കളമശ്ശേരി മൂലപ്പാടത്തെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി നടപ്പാക്കിയ സമഗ്ര പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ദേശീയപാത അതോറിറ്റിയുടെ പുഷ് ത്രൂ കൽവെട്ട് വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. 3.6 കോടി രൂപ ചെലവഴിച്ചാണ് കൽവർട്ട് നിർമ്മാണം പൂർത്തിയാക്കിയത്. വർഷങ്ങളായിട്ട് ഏകദേശം ഇന്നിപ്പം ഒരു 30 വർഷ കാലയളവായി മൂലേപ്പാടം പ്രദേശം എന്ന് വെള്ളക്കെട്ടിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു. അതിപ്പം ഏകദേശം നമ്മൾ 20-25 കാലയളവിൽ ഞാൻ കൗൺസിലറായി വന്നതിന് ശേഷം നമുക്ക് വളരെ സന്തോഷത്തോടെയാണ് ഇന്നിപ്പോൾ കൗൺസിലർ സ്ഥാനം ഏകദേശം അവസാനിക്കാൻ പോകുന്ന ഈ ഘട്ടത്തില് നമ്മുടെ ഈ മൂലേപ്പാടം പ്രദേശത്തെ നിവാസികൾക്ക് എല്ലാം ആശ്വാസകരമായിട്ടുള്ള ഒരു പുഷ് ത്രൂ കൾവേർട്ട് നമുക്ക് നിർമ്മിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയും എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ സാധിച്ചു. അത് നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ വിജയമായി തന്നെയാണ് ഞങ്ങൾ എല്ലാവരും മൂലേപ്പാടം നിവാസികൾ എല്ലാവരും നോക്കി കാണുന്നത്. മൂലേപ്പാടത്ത് ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഒരു ഡാം പോലെയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് എപ്പോഴും വെള്ളക്കെട്ട് ഒരു വലിയ പ്രശ്നമായിരുന്നു. എന്നാൽ ഈ ഇപ്പോഴത്തെ ഈ മഴയിൽ നമുക്ക് വെള്ളം കയറാതെ രീതിയിൽ നമുക്ക് പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ സന്തോഷവും അഭിമാനവും നിറഞ്ഞു തന്നെയാണ് ഞാൻ കാണുന്നത്. നമ്മളിപ്പം ഈ ഒരു കൗൺസിലർ സ്ഥാനത്തേക്ക് നമ്മൾ വരുന്നത് തന്നെ വെള്ളക്കെട്ട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ കഴിഞ്ഞ ഒരു 2018 ഒരു വെള്ളപ്പൊക്കം നമുക്ക് ഇവിടെ ഉണ്ടായി. ആ ഒരു സമയത്ത് എല്ലാവരും കൂടി ഒരു സമിതി രൂപീകരിച്ചു. ആ സമിതിയിലാണ് യങ്സ്റ്റേഴ്സ് വരട്ടെ എന്നുള്ള രീതിയിൽ ഇവിടെയുള്ള കുറച്ച് ടീച്ചേഴ്സും എല്ലാവരും കൂടി നമ്മുടെ പേര് ആ ഒരു സമിതിയിൽ ഉൾപ്പെടുത്തുകയും പിന്നീട് അങ്ങോട്ട് DMO കളക്ടറേറ്റിലെ എല്ലാം നിരന്തരം നമ്മൾ കയറി ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഒരു കൗൺസിലർ എന്നുള്ള സ്ഥാനത്തേക്ക് വരുന്നത്. ഇവിടുത്തെ നാട്ടുകാരുടെ എല്ലാം പിൻബലം കൊണ്ട് തന്നെയാണ്. അപ്പം നമ്മൾ നിന്ന സമയത്തും ഈ വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് തന്നെയായിരുന്നു എല്ലാവർക്കും ഉറപ്പ് നൽകിയിരുന്നത്. ആ ഉറപ്പ് ഇന്ന് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന തികഞ്ഞ ഒരു ചാരിതാർത്ഥ്യത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഈ നിമിഷങ്ങളിൽ കടന്നു പോകുന്നത്. അപ്പം NH വന്നതിന് ശേഷമാണ് നമുക്ക് വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായത്. NH വന്നപ്പോൾ ഇവിടെ നിന്നുള്ള ടൊയോട്ടയുടെ ഭാഗത്തു നിന്നും ഉള്ള പൈപ്പുകൾ 2 പൈപ്പാണ് NH ക്രോസ് ചെയ്തിട്ടുണ്ടായത്. അപ്പം അവിടെ വെള്ളം വരുമ്പം അവിടെ ബ്ലോക്ക് വരികയും തിരിച്ചു മൂലേപ്പാടം പ്രദേശത്ത് നിന്നുള്ള വെള്ളം ഈസി ഫ്ലോ ആയിട്ട് അങ്ങോട്ട് പോകാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം നമ്മളൊരു 3 കോടിയുടെ ഒരു മിനിസ്റ്റർ ഇതിലുള്ള ഒരു പ്രൊജക്ട് വരികയും ഒരു വലിയൊരു പുഷ് ത്രൂ കൾവേർട്ട് തന്നെ നിർമ്മിക്കുകയും ആ ഒരു കൾവേർട്ടിലൂടെ സുഗമമായി വെള്ളം അപ്പുറത്തെ സൈഡിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചു. പിന്നീട് ഉണ്ടായ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശിഷ് ഭാഗത്ത് ഉണ്ടായിരുന്ന മലകളും എല്ലാം നിരത്തിയപ്പം അവിടെ നിന്നുള്ള വെള്ളം മൂലേപ്പാടത്ത് ഒഴുകിയെത്താൻ തുടങ്ങിയതും ഒരു വലിയൊരു ഭീഷണിയായി തന്നെ നിലനിന്നിരുന്ന ഒരു സംഭവമായിരുന്നു. എന്നാൽ നമ്മൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നമ്മൾ അതിന് പരാതി കൊടുക്കുകയും ഉടൻ തന്നെ അതിന് ഒരു പ്രതിനിധി എന്ന പോലെ PWDയുമായിട്ട് സഹകരിച്ച് PWD ഇപ്പം ടൊയോട്ടയുടെ ഭാഗത്ത് നിന്നും ക്രോസ് ചെയ്ത്